കൂട്ടുകാരെ ഏതാ കണ്ട എനിക്ക് ഇന്നും ചോറ് കൊണ്ടുവന്നേ. കണ്ട, ഇത് പപ്പടം, ഇത് പായസം, ഇത് മോരികറി. കണ്ട, ഞാൻ ചോറ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവരിന്നും എനിക്ക് ചോറ് കൊണ്ടു തന്നു. ഇന്നലെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇന്നും കൊണ്ട് അമ്പലത്തിലെ ചോറാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചോറ് കഴിച്ചോ, ഞാൻ ചോറ് കഴിക്കാൻ തയ്യാറെടുക്കുകയാണ്. വേണ്ട, ഇത് കൊണ്ടു തന്ന ആ മനസ്സ് ഭയങ്കര ഒരു വലുതാണ്. എന്ന് പറയുമ്പോൾ 1.5 കിലോമീറ്റർ താണ്ടി വേണം എനിക്ക് ചോറ് കൊണ്ടുവരാൻ. അപ്പോൾ അത്രയും അവിടെ നിന്ന് കൊണ്ടുവന്ന ആ മനുഷ്യന് നമ്മളെങ്ങനെ നമിക്കണം? 1000 വട്ടം നന്ദി പറയണം. എൻ്റെ വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടോ എനിക്ക് ചോറും കറിയൊന്നും ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഞാൻ ഇന്നാണ് എല്ലാം ചെയ്യണമെങ്കിൽ എല്ലാ ജോലിയും ഞാൻ ചെയ്യും. എൻ്റെ വീട്ടിലെ ജോലിയെല്ലാം ഞാനാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലും 11 മണിക്ക് മുമ്പേ ഊണും കറികളെല്ലാം റെഡിയാകും. പക്ഷെ എങ്കിലും അപ്പോൾ അവരാ നിറഞ്ഞ മനസ്സാൽ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തത് കാരണം കൊണ്ടുവന്നതാണ്. അങ്ങനെ ഞാൻ കൊണ്ടുവന്നു. അല്ലെങ്കിൽ സന്തോഷവും എന്തോ സ്നേഹം കൊണ്ടുള്ള കരച്ചിലൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഞാൻ കഴിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും കഴിച്ച കൂട്ടുകാരെ ആകണ്ട. അവിടെ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബായ് കൂട്ടുകാരെ, ഞാൻ ചോറ് കഴിക്കട്ടെ. ചോറ് കഴിക്കണത്തെ നിങ്ങളും കഴിക്കുകയും കഴിച്ചില്ലെങ്കിൽ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതാകണ്ട. അങ്ങനെ അമ്പലത്തിലെ സദ്യയാണ്. ബായ്.